ഈ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങിൽ കൂടുതൽ ബിടെക് കുട്ടികളാണ് ഈ മറൈൻ ഇൻഡസ്ട്രിയിൽ ട്രെയിനിങ്ങിന് വരിക. അപ്പോൾ അവർ ഈ ടെക്നിക്കലി പഠിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ബോറടിക്കും. അപ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പഠിപ്പിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ഐ ലവ് യു പറയാൻ പഠിപ്പിക്കട്ടെ എന്ന് ചോദിക്കും. അവർ ഭയങ്കര സർ അന്ന് നിങ്ങളുടെ ആൾ പറയൂ ആരെങ്കിലും ഐ ലവ് യു, ഐ ലവ് യു, ഈ ലെവലിലാണ് അവർ ആൻസർ പറയുക കേട്ടോ. ദ പവർഫുൾ കമ്മ്യൂണിക്കേഷൻ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. അതിന് ഐ ലവ് യു എന്ന് തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് പറയാം. എങ്ങനെ പറയാം? 3 ടൈപ്പിൽ പറയാമെന്ന് പറയും. അതിൽ ഒരെണ്ണമാണ് ആദ്യത്തത് ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമ്മൾ ആ ഐക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐ ലവ് യു, സ്നേഹത്തിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. മൂന്നാമത് നമുക്ക് എങ്ങനെ പറയാം? ഐ ലവ് യു, ഇത്ര ആൾക്കാരുണ്ടായിട്ടും നിന്നെ മാത്രമാണ് ഞാൻ സ്നേഹിച്ചത്. സി ദ പവർഫുൾ കമ്മ്യൂണിക്കേഷൻ ടോട്ടലി ഡിഫറെൻ്റ് അല്ലേ? അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ അതിൽ കൂടെ നമ്മൾ എന്താണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് വെച്ചാൽ ഒരു കാര്യം വ്യത്യസ്തമായി എങ്ങനെ പറയാന്നുള്ളതാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഐ ലവ് യു ആയാലും വേറെ എന്ത് കാര്യമായാലും നമ്മൾ പറയേണ്ട രീതിയിൽ സ്ട്രെസ് കൊടുത്ത് പറയുമ്പോൾ ഏക്കേണ്ടടുത്ത് കൊള്ളും. അപ്പോൾ അതിപ്പോൾ നിങ്ങളുടെ ഓഫീസിലായാലും നിങ്ങളുടെ ലൈഫിലായാലും ആ സ്ട്രെസ് കൊടുക്കുക, ആ ഇമോഷൻസ് ഇടുക, കറക്റ്റായിട്ട് എത്തേണ്ടടുത്ത് എത്തിക്കോളും. ദാറ്റ്സ് ദ പവർ ഓഫ് കമ്മ്യൂണിക്കേഷൻ.